നല്ല അസ്ത്രി ചങ്ങനാശ്ശേരിക്കാരനാ. എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ നന്മമരം എന്നൊക്കെ ഉള്ള കാറ്റഗറിയിലേക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇനി പെരുമാറും എന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ചിലപ്പോ ഇതുപോലെ ഏതെങ്കിലും ഒരു മൊമെന്റ് എന്റെ കയ്യിൽ നിന്നും പോയേക്കാം. ചങ്ങനാശ്ശേരിയിൽ ഒരു മമ്മൂക്ക ഫാൻ ആയിരുന്നു ഞാൻ. സബ്ബൂഫറൊക്കെ വെച്ച വണ്ടി അങ്ങനെ കുറെ കണ്ടിട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ജോലി എന്റെയാണ്. അപ്പൊ ഞാൻ പുറത്തേക്ക് വെള്ളം അടിക്കാത്ത ഒരാള് അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ വണ്ടി ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഈ മറ്റേ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യില്ല, ട്രിപ്പിളും ബേസ് ഒക്കെ കൂട്ടിയിട്ടിട്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ ചെക്ക് ചെയ്ത് സബും കേട്ടോണ്ടിരിക്കുക. അപ്പത്തേക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചില്ലി തട്ടിയിട്ട് പുള്ളി പറഞ്ഞു വണ്ടി അങ്ങോട്ട് മാറ്റിയിടും പറഞ്ഞു. എന്തിന് ആ കമന്റിന് ഒരു കണക്കാണ്. ഏതാണ്ട് അടുത്ത മാസം ആവുമ്പോ 15 വർഷമാവുന്നു സിനിമയിൽ. ശരിക്കും അത് ഇറങ്ങിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അടുത്ത മാസം 15 സംതിങ് ആണ് റിലീസായത്. 15 വർഷമാകുമ്പോൾ ഇരുത്തം വന്ന നടനായി. ഒരു അതിൽ അത് തന്നെ പറഞ്ഞു തുടങ്ങാൻ എനിക്ക് തോന്നി. കാര്യം 15 വർഷം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആഗ്രഹിച്ച അല്ലെങ്കിൽ വിചാരിച്ച ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. അതിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഇടയ്ക്ക് വിഷമം പറഞ്ഞൊരു കാര്യം കൂടിയാണ്. അതിലൊരു നല്ലത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. കാരണം ഒരു ബ്ലോഗർ എടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ പടങ്ങൾ പരാജയപ്പെടുമ്പോഴും ആസിഫിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്, ആസിഫ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് പുള്ളി അത്ഭുതപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ പറഞ്ഞിരുന്നു. അതിലൊരു പോസിറ്റീവ് ഞാൻ കണ്ടത്, ആസിഫിനെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ആസിഫ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു വലിയ യാത്രയിൽ ഈ 15 വർഷം എന്താ ഫീൽ ചെയ്യുന്നത്? ഓ മാൻ, ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആയി പോയല്ലേ. ശരിക്കും ഒരുപാട് അനുഗ്രഹം ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബ്ലെസ്ഡ് ആണ്. വേറെ എന്ത് പറയും. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതും ഒരുപാട് പേർക്കുള്ളൊരു ധൈര്യം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമുക്ക് എത്രയോ പേരെ ഞാൻ ഡെയിലി കാണുന്നുണ്ട് സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഇത് നമുക്ക് പോസിബിൾ ആണ് എന്ന് എല്ലാവർക്കും തോന്നണം. അപ്പോൾ അതും ആണ് ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്, ആഗ്രഹിച്ച പോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. അന്ന് പറഞ്ഞ പോലെ മോശം സിനിമകൾ ചെയ്തിട്ടും ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നു, നല്ലൊരു സിനിമ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ആ സ്നേഹം തിരിച്ചു കാണിക്കാൻ എനിക്ക് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വിചാരിച്ചൊരിടത്ത് എത്തി എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, ഞാൻ വിചാരിച്ചതൊന്നുമല്ല. അതിലേക്കുള്ള യാത്ര ഇനിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ആയിരിക്കും. ഒരുപാട് സംവിധായകരോടൊപ്പം വർക്ക് ചെയ്തു, ഒരുപാട് പടങ്ങളുടെ ഭാഗമായി. സ്വന്തമായൊരു പടം എന്ന വലിയ സ്വപ്നം, അതൊരു ചെറിയ സ്വപ്നമല്ല. ഒരു സംവിധായകനെ സംബന്ധിച്ച് അവൻ്റെ ഒരു കുഞ്ഞുണ്ടാവുന്ന, ഒരു അച്ഛനൊരു കുഞ്ഞുണ്ടാവുന്നത് എങ്ങനെയാണ്, ആ ഫീലാണ് ഒരു സംവിധായകന്, അമ്മയെന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ഫീലിലാണ് ശരിക്കും ഇരിക്കുന്നത്. അതിനൊക്കെ അപ്പുറം വേറെ കാര്യം, ഞാൻ നിങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ ആസിഫിനെക്കാട്ടിലും കട്ട മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി ഫാനെന്ന് പണ്ട് ഈ ഫാൻ ഫൈറ്റ് നടത്തിയതൊക്കെ ഇപ്പൊ പൊങ്ങി വരും എന്നുള്ളൊരു പേടിയുണ്ടോ? നല്ല അസ്ത്രി ചങ്ങനാശ്ശേരിക്കാരനാ. ഞാൻ ചങ്ങനാശ്ശേരി ഇറങ്ങി റൗണ്ട് നടത്തിയപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അങ്ങനെ പൊങ്ങി വരും എന്നുള്ള പേടിയൊന്നുമില്ല. അങ്ങനെ പൊങ്ങി വരാൻ മാത്രം അങ്ങനെ ഫാൻ ഫൈറ്റ് ഒന്നും നടത്തില്ല. മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കാനെ എല്ലാവർക്കും മമ്മൂക്കാനെ ഇഷ്ടമാണ്. ആരോടെ പറയുന്നത്? അപ്പൊ ചങ്ങനാശ്ശേരിയിൽ ഒരു മമ്മൂക്ക ഫാൻ ആയിരുന്നു ഞാൻ. മമ്മൂക്ക തന്നെയായിരുന്നോ ഈ ഒരു പടത്തും അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്ന സ്വപ്നം മുന്നോട്ട് വെച്ചത്? മമ്മൂക്കാടെ പടങ്ങളൊക്കെ നമ്മള് ഉറപ്പായിട്ടും മമ്മൂക്കാടെ പടമൊക്കെ കണ്ടാണ് ആക്ച്വലി ഒരു സിനിമയിൽ എത്തണം, ഡയറക്ടർ ആവണം, പടം ഡയറക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹം തോന്നി ഉറപ്പായിട്ടും. അൾട്ടിമേറ്റ്ലി സിനിമയോടുള്ള ഇഷ്ടമാണല്ലോ നമ്മൾ. തങ്കം പോലൊരു മനുഷ്യൻ. സാധാരണ ഈ തിരക്കഥാകൃത്തുക്കൾ അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് സത്യമാണോ? എന്തുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത്? സംസാരിക്കണല്ലോ, സംസാരിക്കാതെ നമ്മൾ തിരക്കഥയൊന്നും സംസാരിക്കാൻ പറ്റും. വിശ്വസിക്കുന്ന മെത്തേഡാണോ?
കേട്ടില്ല. കൂടുതൽ നിങ്ങളുടെ കംഫർട്ട് ഈ ഒതുങ്ങി നിൽക്കുന്നതാണോ? ശരിക്കും പല തിരക്കഥാകൃത്തുകളോട് ഞാൻ ഇരുന്നപ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ ഒരു സ്റ്റൈൽ ഇതാണ്, അധികം അവർ സംസാരിക്കാറുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു അവരെപ്പോഴും ഇങ്ങനെ ചിന്ത അവരെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ ഓരോ ചിന്തയിലും തോട്ടിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക. അതുകൊണ്ടായിരിക്കും ഒരു ആലോചനയിലായിരിക്കും എപ്പോഴും എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സംസാരിക്കുന്ന ഒരാളൊക്കെ കൂടിയാണ്, പക്ഷെ ഞാൻ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ വന്നിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതാണ് പോയിന്റ്. അത് അത്ര ഫെമിലിയർ അല്ലാത്തൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, ഒരു വഴങ്ങാത്തൊരു പരിപാടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു തങ്കം ഇങ്ങനെയൊന്നും അല്ല. ഫുൾ ആക്റ്റീവാ. തങ്കം ഒരു സ്ക്രിപ്റ്റ് വന്ന് നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ആക്ടറും അതിനോട് നോ പറയാൻ പറ്റില്ല. തങ്കത്തിന്റെ നറേഷൻ അങ്ങനെയാണ്. തങ്കം സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഇപ്പോൾ കെട്ടിയോണാണെന്റെ മാലാഖയാണെങ്കിലും അടിയൂസുമീകും ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യത്തെ വെർഷൻ മുതൽ നമുക്ക് എക്സൈറ്റ്മെന്റ് തരും. അത് ഒരു സിനിമ പോലെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് മനസ്സിലാവും. നമ്മുടെ ക്യാരക്ടറിന്റെ വിത്ത് ബോഡി മാനറിസം തങ്കം കഥ പറയുന്നത്. നേരത്തെ പറഞ്ഞത് കേട്ടോ, കെട്ടിയോണമാല ഇദ്ദേഹത്തിന്റെ ഒരു അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. തങ്കം സംസാരിക്കുന്ന രീതിയാണ് അതിൽ ഞാൻ ശ്രമിച്ചത്. തങ്കത്തിൻ്റെതായ ഒരു ലൗഡ്നെസ്സും ഈ കുറച്ച് ആക്ടിവിറ്റീസ് തങ്കം ഉണ്ടാവും കഥ പറയുന്ന സമയത്ത്. പിന്നെ തങ്കത്തിന്റെ മുഖത്ത് നമ്മളോടുള്ള ഈ പറയുന്നതിന്റെ റിയാക്ഷൻ തങ്കത്തിന്റെ മുഖത്ത് ഭയങ്കരമായിട്ട് വരും. അതൊക്കെയാണ് കെട്ടിയോണിൽ ഹെൽപ്പ് ചെയ്തത്. അത് ഞാൻ ബോധപൂർവം ചെയ്തതല്ല, തങ്കം ചെയ്തു തന്ന ശ്രീവാച്ചനെയാണ് എനിക്ക് ഞാൻ ആദ്യം കാണുന്നത്. അപ്പൊ അതാണ് ഇവൻ ഇതിലേക്ക് വരുമ്പോ അതിൽ എനിക്ക് തങ്കം കുറെ കൂടെ തങ്കത്തിന് നേറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഒരു അടിമാലിക്കാരൻ, ഒരു ഇടുക്കിക്കാരന്റെ സ്വഭാവം തങ്കത്തിലുള്ളത് തന്നെ സ്ലീവാച്ചനുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ വേറൊരു ക്യാരക്ടറൈസേഷൻ ആണ്. നമ്മളൊരു നോർത്ത് പറവൂർ അങ്ങനെ ഒരു സൈഡിൽ നിന്നാണ് എന്റെ ക്യാരക്ടർ വരുന്നത്. അപ്പൊ അതിനുള്ളൊരു രീതിയിലായിരുന്നു തങ്കം വന്ന് ഇത് എന്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവിടുന്ന് പ്രശ്നമായിരുന്നു, സൗഹൃദത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയാൽ രസമായിരിക്കും എന്നാണ് അവർ സജഷൻ വന്നത്. ഇതിന് ഈ പറഞ്ഞ പോലെ സുരാജൻ, ആസിഫ് ഖാൻ എന്ന് പറയുന്ന രണ്ടുപേരുടെ ഒരു കഥാപാത്രത്തിന്റെ ഒരു സൗഹൃദമാണ്. ഈവൻ ട്രാവൽ മൂവി എപ്പോഴും ടാസ്ക് ആണ്. ഒരു സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് എഫക്റ്റ് ആണ് ട്രാവൽ ചെയ്യുന്ന പറയുന്നത്. എന്തുകൊണ്ട് ഇതൊരു ട്രാവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കഥയാണോ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റിലാണോ ഈ സിനിമ വന്നത്? ഇത് ആക്ച്വലി ഇതിന്റെ കഥാപരം കേട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞത് ആ പുകഴ്ത്തി കേട്ടില്ല. ഈ നമ്മുടെ ട്രാവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ത്രെഡിൽ നിന്ന് തുടങ്ങിയതാണോ, അതോ ഇതൊരു ട്രാവൽ ഒരു സിനിമ നമുക്ക് നേരത്തെ ഇങ്ങനെ ഒരു കാറ്റഗറി ചെയ്തു, എനിക്ക് ഇനി ഇങ്ങനെ ഒരു കാറ്റഗറി ചെയ്യണം എന്നുള്ള തീമിൽ തുടങ്ങിയതാണോ? ഒന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളൊക്കെ കാണുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയാക്കാനുള്ള സാധ്യത നമ്മൾ കാണുമല്ലോ. അപ്പോൾ ചില സിറ്റുവേഷൻസ് ഇങ്ങനെ ഇതിലങ്ങനെ എനിക്ക് തോന്നി, ഇതിനകത്തൊരു സിനിമ കിടപ്പുണ്ടല്ലോ, അങ്ങനെ അതിനകത്ത് വർക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് സാധാരണ സിനിമയുടെ സാധാരണ ഒരു സ്ക്രീൻ പ്ലേ അല്ലാതെ, കാരണം ഇതിനകത്തൊരു കഥ നമ്മൾ കാണുന്നില്ല. അതിനെ ഈ കഥ പറഞ്ഞു പോവുകയാണ്, അതിനകത്തോടെ നടക്കുന്ന ഇൻസിഡൻറ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ മുൻ പ്ലാൻ ചെയ്തതും നല്ലത്, ഇങ്ങനെ ഐഡിയ കിടപ്പുണ്ടായിരുന്നു, അതിനൊന്ന് അപ്രോച്ച് ചെയ്ത് മാത്രമേ. നിങ്ങൾക്ക് അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ റിയൽ ലൈഫ്? നിങ്ങൾ എല്ലാത്തിലും ഇങ്ങനെ സിനിമ കാണാൻ ശ്രമിക്കുമ്പോൾ റിയൽ ലൈഫ് എന്ത് തരം ആസ്വാദനം പറഞ്ഞു? ഇപ്പൊ ഈ കഥാപാത്രത്തെ നമുക്ക് സിനിമയാക്കാം എന്നൊരു കഥ തോന്നി, അല്ലെങ്കിൽ ഇയാളെ ക്യാരക്ടർ ആക്കാം എന്നൊരു ചിന്ത, ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് മാറ്റി നിർത്തി നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ ഇതൊരു ചിന്ത വരില്ലല്ലോ. അപ്പൊ അതാണ് ചോദിച്ചത്, അപ്പൊ റിയലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരക്കഥാകൃത്തം നില ആസ്വദിക്കാൻ പറ്റുമോ? റിയലി നോർമലി നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ ഇതൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു കഥാപാത്രത്തെ നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ എഴുതാമെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ചിന്ത നിങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പൊ റിയൽ ലൈഫിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇത് നോർമൽ ചിന്ത വരുത്തില്ലല്ലോ. ഇല്ല. അപ്പൊ ആ ഇങ്ങനെ നോർമൽ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ആ ചിന്ത മാത്രമായിരിക്കുമോ? അതുകൊണ്ടല്ല, നമ്മളിപ്പോ ഈ ചോദിച്ചത് ചിലപ്പോൾ ഞാൻ 1, 2, 3, 4 സ്ക്രിപ്റ്റൊക്കെ ഒരു ടൈമിൽ ഞാൻ ആലോചിക്കാറുണ്ട്, വർക്ക് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ജീവിക്കാറുണ്ടോ? അപ്പം നമുക്ക് അതിനകത്തോടെയും ജീവിതമാണല്ലോ, അതിനകത്തോടെയും കഥാപാത്രത്തിനകത്തോടെയും നമ്മൾ ജീവിക്കുകയാണ്. പിന്നെ നോർമൽ സിറ്റുവേഷനിലൊന്നും നമുക്ക് അതുകൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചിലപ്പോൾ മറന്നു പോകും. ഏത് ഹായ് ഹലോ മച്ചാനെ ഇതൊന്നും നമ്മളെ കൊണ്ട് വരില്ല. അത് അപ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് ഉണ്ട്, ഉള്ളിലുണ്ട്, പക്ഷെ അത് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഈ സിനിമാക്കാർ ജീവിക്കാൻ മറന്നു പോകുന്നു എന്ന് പറയുന്നത് അതൊരു ശരിയാ പറയുന്നത് ശരിയാണോ? അല്ല, എല്ലാവർക്കും അതിൻ്റെതായ ഒരു ജീവിതം ഉണ്ടല്ലോ, അവിടെ ഒരു സ്റ്റൈലിലായിരിക്കുമല്ലോ അതിൻ്റെ പരിപാടി. ഇപ്പം അതുപോലെയാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ
അല്ല അതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എല്ലാ സീസണും എനിക്ക് ഭയങ്കര മനോഹരമാണ്, സന്തോഷമാണ്, ഹാപ്പിയാണ്. അസുഖം എപ്പോഴും സുഹൃത്തുക്കൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. നമ്മൾ എനിക്ക് കണ്ട കാലം മുതലേ നിങ്ങളെ അറിയുന്ന കാലം ഭയങ്കര ഡെപ്താണ് ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ഇന്ന് കണ്ടു പിരിഞ്ഞാലും ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞ് കണ്ടാലും നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ടേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. ഈ സൗഹൃദത്തിന്റെ പുറത്ത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗഹൃദം നല്ലതാണ്, നേരത്തെ പറഞ്ഞ പോലെ സൗഹൃദത്തിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സൗഹൃദത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മോശം സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതെ, നമുക്ക് ഈ സൗഹൃദം നമ്മളെ ഉപയോഗിക്കാന്നുള്ളൊരു തോന്നല്. ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് താങ്കൾ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, ആ സബ്ജക്റ്റ് എനിക്ക് വേണ്ടാന്ന് പറയാനും കൂടെ ഉള്ള സ്പേസ് ആണല്ലോ സൗഹൃദം. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ തെറ്റാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിക്കപ്പെടുമല്ല, എനിക്ക് അവിടെ പറയാനുള്ള ഫ്രീഡം ഉണ്ടായിട്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളും ഉണ്ടായിട്ടുണ്ട്. നോ പറയാൻ മടിയായിരുന്നു എനിക്ക് അത് സൗഹൃദമല്ല, അത് ചില വലിയ പേരുകൾ വരില്ലേ നമുക്ക് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കും. നമുക്കിപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ കരിയറിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇൻസെക്യൂരിറ്റി. നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും, നമുക്ക് കരിയറിന് എന്തെങ്കിലും നമ്മൾ തെറ്റായ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളൊരു പേടി ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ പേടിയുടെ ഭയമായിട്ട് ചില സിനിമകൾ നമുക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അത് നമ്മുടെ കഴിവുകേടും കൂടിയാണ്. അത് വേണമെങ്കിൽ നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ട് പറയാം, പക്ഷെ അത് പറയാനുള്ള ധൈര്യം നമ്മൾ എടുക്കാത്തത് നമ്മുടെ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ പോയി ചില സിനിമകൾ പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമുക്കൊരു ബന്ധം നഷ്ടപ്പെടുകയോ സൗഹൃദത്തിന് മങ്ങലേക്കോ ഒന്നും ചെയ്യില്ല, നമുക്കത് അവിടെ പറയണം. അപ്പോഴാണ് അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. ഇവൻ റെസ്പെക്ട് പോലും അതാണ്. ഒരു വലിയ ഇൻഡസ്ട്രിയുടെ വലിയൊരു ആൾ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഈ പടം ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞാൻ ചേട്ടാ എനിക്കിത് വർക്കായില്ല, ഇതിൻ്റെ കാരണം ഇതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. സിനിമകൾ അങ്ങനെയാണ് സംഭവിക്കുക. അത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പൊ അതിലേക്ക് എത്തി. ഇപ്പൊ ഞാൻ മോശം സിനിമകൾ സംഭവിക്കുന്നുണ്ട്, അത് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. അപ്പൊ അത് നന്നായാലും മോശമായാലും നമ്മുടെ തീരുമാനമാണ്. ഒരു സംവിധായകൻ ഒരാദ്യ സിനിമ തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ എന്തായിരിക്കും അയാളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്ത? ഞാൻ പല പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അല്ലെ ഈ കഥ കേട്ടപ്പോൾ നമ്മൾ ഇതുവരെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു ടൈപ്പ് ഓഫ് പടം പോലെ അല്ല, വേറൊരു പരിപാടിയാണ്. പുതിയത് ഉറപ്പായിട്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പുതിയ സാധനം ചെയ്യുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതിന്റെ പടം കാണിക്കാം. ആ നേരത്തെ ടെൻഷനാണല്ലേ പടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായി ക്യാമറയിൽ ഒന്ന് കാണിക്കും. ഫോട്ടോ എടുത്ത് സെപ്പറേറ്റ് ഇടുന്നുണ്ട്. ഇത് അല്ല, ഇത് 2014 ബോംബെ മാർച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ബോംബെ മാർച്ച് വന്നിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷൻ ആ സമയം ഇത് ഉണ്ടൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ നമ്മുടെ കാക്കനാട് ഒരു ചക്കരപ്പന്തൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയപ്പം അതിന്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് വിളിച്ച് അങ്ങനെ സംസാരിച്ച പണിയൊന്നുമില്ല, കറങ്ങി നടക്കുകയാണ് അങ്ങനെ. ഈ ഒരു നമുക്ക് വേണ്ടപ്പെട്ട അത്രയും ആരാധിക്കുന്ന ഒരാളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു അസോസിയേറ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഒരു ഫാൻ ബോയ് ആണോ ഡയറക്ടറാണോ കയറി വരുന്നത്? അവിടെ മമ്മൂക്കാനെ വെച്ച് ഫാൻ ബോയ് അല്ല, മമ്മൂക്കാനെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും നാളെ ചെറുപ്പത്തിൽ കണ്ടുവന്നൊരു ആക്ടറിനെ അല്ല, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളെ വെച്ചൊരു പടം ഡയറക്റ്റ് ചെയ്യാന്നുള്ള സംവിധായകൻ. ഇതിലെ ക്യാരക്ടർ നമ്മൾ ഓരോ സിനിമയിൽ ഓരോ ക്യാരക്ടർ എടുക്കുമ്പോൾ സാധാരണ അത് കുറച്ച് കാലമായിട്ട് ഡിഫറെന്റ് ലുക്ക് പിടിക്കുന്നുണ്ട്. ഇതിൽ വളരെ വ്യത്യസ്തമായ ലുക്ക് എന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ആ ലുക്കിലാണ് നമ്മളെ ഫസ്റ്റ് ഹൂക്ക് ചെയ്തത്. നിങ്ങളെടുത്ത തീരുമാനം ഗംഭീരമായെന്ന് എനിക്ക് പറയാനുള്ളൂ. കഥ രണ്ടാമതാണ്, നമ്മൾ ട്രെയിലർ കണ്ട് അകത്ത് വരുമ്പോഴാണ് ഞാൻ എന്ത് പറഞ്ഞത്. ആസിഫ് എനിക്ക് നിങ്ങളാണെന്ന് എനിക്ക് ആദ്യം തോന്നി. അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ ഒരു ഗെറ്റപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എൻ്റെ അടുത്ത് ഇതിന്റെ കഥ പറയാൻ വന്ന് ഈ ഫുൾ കഥ നമ്മൾ അതായത് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞതിന് മുന്നേ എൻ്റെ അടുത്ത് മച്ചന് ഇതാണ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സ്കെച്ച് കൊണ്ട് കാണിച്ചു ഈ എൻ്റെ ക്യാരക്ടറിന്റെ. അപ്പൊ ആ സ്കെച്ച് കണ്ടിട്ട് ഈ രൂപം മനസ്സിൽ വെച്ചിട്ടാണ് എന്നോട് തങ്കം കഥ പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ കാണുന്ന വേർഷനിലാണ് ഞാനിത് കണ്ടു തുടങ്ങിയത്. അപ്പൊ എനിക്ക് ആ ഫുൾ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഈ ക്യാരക്ടറിന്റെ രൂപം അതാണ്. പിന്നെ നഹാസ് ഭയങ്കര പെർട്ടിക്കുലർ ഇതായിരുന്നു. ക്യാരക്ടർ ഇപ്പൊ തങ്കൻ ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്
ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ ക്യാരക്ടർ ഉണ്ടാക്കി നമ്മൾ വരപ്പിച്ചാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലേക്ക് എത്തണം എന്നുള്ളത് എന്റെയും പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് ആയി. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ ആ ക്യാരക്ടർ അങ്ങനെയാണ്, അതിനൊരു അയാളുടെ ആറ്റിറ്റ്യൂഡിനും സ്വഭാവത്തിനും ഒക്കെ പറ്റിയൊരു ലുക്കാണത്. അപ്പൊ ഇവനും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ചെയ്യുവാണെങ്കിൽ ഈ വേഷത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ആയിരുന്നു. ഈ ആസിഫ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ പ്രധാനമായ കാരണം എന്താ? ഇപ്പം ഇങ്ങനെ ക്യാരക്ടർ ചേഞ്ചിലേക്ക് ആസിഫ് വില്ലിങ് ആവണമെങ്കിൽ അതിൽ ലുക്ക് ചെയ്യുന്ന പ്രധാന കാരണം ആ പ്രൊജക്റ്റിലുള്ള വിശ്വാസമാണ്, ആ സ്ക്രിപ്റ്റിലുള്ള വിശ്വാസമാണ്. കാര്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു വലിയ റിസ്ക് ആണ്. നമ്മള് കാര്യം ഒരു ഫാൻസി ഡ്രസ്സായി പോകാൻ പാടില്ല, ആളുകൾക്ക് ഇത് എന്തിനാണ് ഇങ്ങനൊരു വേഷം കെട്ടിയെന്ന് തോന്നാൻ പാടില്ല. അപ്പൊ അതിനെ സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇത്. അപ്പൊ എനിക്ക് ഈ സ്ക്രിപ്റ്റ് നന്നാക്കാൻ എത്ര അറ്റം വരെ പോകാനും ഞാൻ റെഡിയായിരുന്നു. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു കാരണം. ഈ ഒരു സമയത്ത് തന്നെ 2 സിനിമകൾ ആ ആഴ്ച തന്നെ റിലീസ് ആവുകയാണ് വരുന്നത്. സാധാരണ നമുക്ക് പണ്ടായിരുന്നു അങ്ങനെ ഒരു കാറ്റഗറി വരുന്നത്, ഇപ്പൊ അങ്ങനെ കുറവാണ് ഒരേ ടൈപ്പ്. ശരിക്കും 2 സിനിമകൾ ഒരുപോലെ വരുന്നു. ഒരു നടൻ, ഒരു നായകൻ എന്ന നിലയിൽ എന്താ ശരിക്കും അന്നേരം തോന്നുന്നത്? എനിക്ക് ശരിക്കും 2 സിനിമയുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വേണമെന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം തലവൻ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങണം, അതിനുശേഷം ഇറങ്ങണം. കാര്യം 3 രീതിയിലുള്ള സിനിമകളാണ്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇൻഫാക്ട് ഇത് തലവന് മുന്നേ ഷൂട്ട് ചെയ്തതാണ് ലെവൽ ക്രോസ്. പക്ഷെ അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരുപാട് സമയം വേണ്ടി വന്നു. അപ്പൊ അത് ഒരു സിനിമയുടെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ അങ്ങനെ ഡേറ്റ് രണ്ടുപേരും കൂടെ ക്ലാഷ് ആയിപ്പോയി. പക്ഷെ എക്സൈറ്റിംഗ് ആണ്, രണ്ടും 2 സിനിമകളാണ്. അപ്പം സിനിമ കാണാനാണ് ആളുകൾ വരുന്നത്. അപ്പൊ രണ്ടും നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടനെ സംബന്ധിച്ച വലിയ കാര്യമാണ്. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 15-ാം വർഷം ആവുന്ന സമയത്ത് 2 സിനിമകൾ ഒരാഴ്ച ഓടുന്നു. ആ 2 സിനിമ നല്ല അഭിപ്രായത്തോടെ ഓടുവാണെങ്കിലുള്ള സന്തോഷം. അല്ല, അന്നിലെ ഒരു തലവൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഇന്ന് ഇമോഷണൽ ആയ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ശരിക്കും അത്ര ഇമോഷണൽ ആണോ ആസിഫ് അലി? പിന്നെ ഉറപ്പായിട്ടും ഞാൻ ഒത്തിരി ഇമോഷൻസ് നമ്മൾ സിനിമയിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ കുറേയൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് നമ്മളും ചെയ്യുക. അപ്പൊ എനിക്ക് പിന്നെ ആ ഒരു സിറ്റുവേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നാളായി എൻ്റെ ഒരു സിനിമയ്ക്ക് അത്ര അഭിപ്രായം കിട്ടിയിട്ട്. അപ്പൊ അത് ഒരു ഭയങ്കര വാണ്ടഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നതും. ഇനിയും എന്നെ വെച്ച് സിനിമകൾ ചെയ്യാനുണ്ട്, ഇറങ്ങാനുണ്ട്. അപ്പൊ ഒരു സിനിമയുടെ വിജയം എനിക്ക് മുന്നോട്ടുള്ള പോക്കിന് അത്യാവശ്യമായിരുന്നു. അപ്പൊ അത് തലവനിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ആ മൊമെന്റ് അത്രയും സന്തോഷം കിട്ടിയതാണ്. ഒരു സ്വയം വിലയിരുത്തൽ നടത്തിയിരുന്നോ ഈ തലവന് തൊട്ട് മുമ്പ്? ഇല്ല, ഞാൻ എല്ലാ സിനിമയും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നത്. അതായത് സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്രീനിങ് അല്ലാതെ വേറെ ഒരു വ്യത്യാസവും തലവനും ബാക്കിയുള്ള സിനിമകളായിട്ട് ഒന്നുമില്ല. എല്ലാ സിനിമയ്ക്കും ഇടുന്ന എഫേർട്ടും ഉള്ള പ്രതീക്ഷ എല്ലാം സെയിമാണ്. ഈ നമ്മുടെ ട്രെയിലറിന്റെ താഴെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമന്റ്സ് ഞാനിങ്ങനെ വായിക്കാം, എന്താ നിങ്ങളുടെ മറുപടി എന്നുള്ളത് റാൻഡംലി പറഞ്ഞാൽ മതി. ഈ സിനിമ ഷൂട്ട് ഫെബ്രുവരി കൊല്ലത്തുണ്ടായിരുന്നു. ഞാൻ ആസിഫിനെയും സുരാജിനെയും കണ്ടിരുന്നു. ഒരാഴ്ച ഉണ്ടായിരുന്നു കൊല്ലത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ. അതെ, കറക്റ്റ് ആണ്. ഒരു ട്രാവൽ ഇതാണ് കൊല്ലം. അതിനകത്ത് കുറെ കൊല്ലം വന്നിട്ടുണ്ട്. ഞങ്ങളെ കൊല്ലം എനിക്കൊന്ന് ട്രെയിലറിൽ കൊല്ലം എന്ന് പറഞ്ഞു. നാടല്ലേ കൊല്ലം? ഇത് നമ്മൾ ഇവിടുന്ന് വൈറ്റ്ല ഹബ്ബ് എന്നൊരു ബസ് എടുത്തിട്ട് അത്യാവശ്യം കുറെ ബസ് സ്റ്റാൻഡുകളിൽ ഇതിന്റെ ഷൂട്ട് പല ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊല്ലത്തുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞിരുന്നു ഗെറ്റപ്പ് ഈ അവിടെ ഇറങ്ങി നിന്ന സമയത്തൊക്കെ? കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പൊ നമ്മള് ഷോട്ടിന് വിളിക്കുന്ന സമയത്തൊക്കെ ക്രൗഡഡ് ആവണ്ടെന്നുള്ളത് കൊണ്ട് എന്നെയും സുരാജേട്ടനെയും പല സമയത്തും നമ്മൾ ഈ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലായിരിക്കും വിളിക്കുക. അപ്പൊ ഈ സുരാജേട്ടനെ കണ്ട ആളുകൾ ആവേശത്തോടെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഈസി ആയിട്ട് നടന്നു പോയിട്ടുണ്ട്. കാര്യം പെട്ടെന്നുള്ളൊരു ലുക്കില് കിട്ടൂലായിരിക്കും. അതെ, ട്രെയിലറിലെ 45-ാമത്തെ മിനിറ്റില് സുരാജേട്ടന്റെ ഹെവി ബാത്ത് ഒരു കുളിച്ച് ആ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ സുരാജേട്ടന്റെ? ആക്ച്വലി സുരാജേട്ടന്റെ ഒരു ക്യാരക്ടർ നമ്മൾ റിവീൽ ചെയ്യണ തന്നെ ഒരു കട്ടപ്പനക്കാരൻ. പുള്ളി കൊച്ചിയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളാണിത്. സിറ്റി അങ്ങനെ ആദ്യമാണ് വൈറ്റിൽ ഹബിലൊക്കെ പുള്ളി ആദ്യമായിട്ട് വരുന്നതാണ്. അതിൽ കൂടുതൽ വേറെ അങ്ങനെ സംസാരിക്കാൻ പടം കണ്ടിട്ട് പറയുന്നത്. ഇവരുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നിങ്ങൾ ഡയറക്ടറിനൊപ്പം ആസ്വദിച്ചോ? ഉറപ്പായിട്ടും നമ്മൾ ആസ്വദിച്ച തന്നെയാണ്, ചെയ്തപ്പോഴൊക്കെ ആസ്വദിച്ച തന്നെയാണ്. ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞാൽ കിട്ടും. ആര്? അതിക്രൂരമായി. ഇവർ രണ്ടുപേരും നമ്മളെ പീഡിപ്പിച്ചിട്ടില്ല. അത് ഭയങ്കര കംഫർട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഏതെങ്കിലും മൊമെന്റിലേക്ക് അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേണ്ടായിരുന്നു തോന്നുന്ന സമയങ്ങളുണ്ടാവും? എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ഇത് വൈറ്റ്ല ഹബിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ സമയമാണ്.
അപ്പൊ ഈ ക്യാരക്ടറിന് കാര്യം നമ്മളല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറേയധികം എഫേർട്ട് ഇടുന്ന ഒരു നമുക്ക് നമ്പർ ഓഫ് ടേക്സ് കൂടുതൽ വേണം, വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് കൺട്രോൾ സ്പേസിലല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു പല സമയത്തും. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ശരിക്കും ഭ്രാന്ത് പിടിക്കണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പൊ ഈവൻ നമ്മളൊരു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്യാമറാമാന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ വേണമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഒരു ഓഫീസ് ടൈമിലൊക്കെ ബസ് സ്റ്റാൻഡിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും പല രീതിയിൽ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ഈ ഫുള്ള് പടം ഉണ്ടല്ലോ ട്രെയിലറിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വൈബ്, ഒരു ഹാപ്പിനെസ്. സാധാരണ മറ്റേ ട്രെയിലർ പോലെ ഒരു മീറ്റർ മാറിയുള്ള ഇങ്ങനെ കയറി അങ്ങ് പോവാന്നുള്ളൊരു ഐഡിയ തന്നെയായിരുന്നു. ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ഈ മൂവി ഇറങ്ങിയാൽ എടാ മോനെ എന്ന ഡയലോഗിന് പകരം ബോസ് എന്നാകും എന്ന് പറയുന്നുണ്ട്. ആവട്ടെ, സംഭവിക്കട്ടെ. ബോസേ ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന എന്തെങ്കിലും ടൈറ്റിൽ ഇടാമായിരുന്നു, തലൈവൻ എന്നൊക്കെ പോലെ. ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ നറേഷനും ഒരു പുതിയ ട്രീറ്റ്മെന്റും ഒക്കെയാണ് നാസിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു എനർജി വേണമെങ്കിൽ ഒരു പുതിയ പേര്. ഇപ്പൊ ഞാൻ നേരത്തെ ഇതേ ചോദ്യം വന്നപ്പോ പറഞ്ഞു, റൊഷാക്ക് എന്ന് പറഞ്ഞ പേരിടുമ്പോ നമ്മൾ പലർക്കും അത് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതെന്താന്ന് അറിയില്ല. മമ്മൂക്കയുടെ പടം, മറ്റേ മുഖംമൂടി പടം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി എല്ലാവർക്കും റൊഷാക്ക് കണക്ട് ആയി. അത് ആ സിനിമയുടെ ഐഡന്റിറ്റി ആയ ടൈറ്റില്. അപ്പൊ അങ്ങനത്തെ ഒരു പേര് വേണം. കാര്യം ഈ സിനിമയുടെ എനർജിയുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റിയൊരു പേര് വേണം എന്നുണ്ടായിരുന്നു. ഒരു നമ്മളൊരു മലയാളം പേര് മോശമാണെന്നല്ല. ഇപ്പം ഈ പടത്തിന് ഒരു നന്ദി വീണ്ടും വരിക എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഈ സിനിമ എനിക്കൊന്ന് ഈ അഡിയോസ് അമിഗോ എന്നുള്ളൊരു 151ാമത്തെ പേരാന്ന് തോന്നുന്നല്ലേ. ഇതിനു മുന്നേ ഇട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ 2 പേരുകൾ പിന്നെ സിനിമയായിട്ട് അനൗൺസ് ചെയ്തു. നമ്മള് പ്ലാൻ ചെയ്ത ഒരു പേര് സുരാജേട്ടന്റെ പടത്തിന്റെ പേര് വന്നു, തെക്ക് വടക്ക്. ഈ പടത്തിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ഓൾഡ് മങ്സ് ആണ്. എനിക്കൊന്ന് അവരുടെ ഓഫീസിൽ ചെന്ന ഒരു 150 പേര് കാണും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോ ടൈറ്റാനിക് പോലെ തോന്നിയത്. അതെന്താന്ന് വെച്ചാൽ ഒരു ഹൈറിഷ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ ഹൈറിഷ് സ്റ്റൈലാണ് യൂസ് ചെയ്തത്, വെസ്റ്റേൺ ഹൈറിഷ്. അപ്പോ ഉറപ്പായിട്ടും അത് അതേ കൾച്ചറാണ്, അതേ കൾച്ചറിൽ പെട്ട ഒരു മ്യൂസിക്. അങ്ങനെയാണ്. അതായിരിക്കാം. ഓഗസ്റ്റ് 2-ാം തീയതി ധ്യാനത്തിന് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ട്രെയിലർ കണ്ടതുകൊണ്ട് ഈ സിനിമ കാണാൻ പോകുന്ന ഇതാ ക്രിയേറ്റിവിറ്റി ഇല്ലേ. ഒരു കമന്റ് ഇടുന്നതിന് പോലും ഇത്ര മെനക്കെട്ടിരുന്ന് ആലോചിച്ച്. ഓഗസ്റ്റ് 2 ജോസൂട്ടി ഇതിൽ ആസിഫിന് ക്യാൻസർ വല്ലതാണോ? മറ്റേ മലയാളത്തിലൊക്കെ ഉള്ള പോലെ മറ്റേ ക്യാൻസർ വന്നിട്ട് സന്തോഷിച്ചിറങ്ങുന്ന ഒരാളാവുമ്പോ ചിലപ്പോ അങ്ങനെ ആണെങ്കിലും അല്ല പടത്തിന്റെ കഥയില് അത് സിനിമയ്ക്ക് ചെയ്തോ. എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ട പഴയ സുരാജ് ഏട്ടനെ തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു. പേഴ്സണലി എന്റെയും വലിയൊരു സന്തോഷമാണ്. അതെ, എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് പഴയ സുരാജ് ഏട്ടന്റെ ഒരു സാധനം. അത് ഞാൻ പറയുന്നത് ക്യാരക്ടറെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള. സുരാജ് ഏട്ടന്റെ ഒരു നമ്മള് കണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സുരാജ് ഏട്ടനുണ്ടല്ലോ, ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് അത് ട്രെയിലറിലും ഉണ്ട്. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇത് 2 പേരുടെ ഒരു ക്യാരക്ടറാണ് പടം. അപ്പൊ അത് ഫുള്ളി പടം കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് പറയുന്നതിലും. ചാർലിയുടെ അനിയനായിട്ട് വരും ആസിഫിക്കയുടെ ക്യാരക്ടർ. അങ്ങനൊന്നുമില്ല. അതന്നെ ഇത് നമ്മൾ ഈ കമന്റുകൾ വരുമ്പോ സൗഹൃദത്തെ കുറിച്ച് പറയുമ്പോൾ ആസിഫിക്കയുടെ സൗഹൃദത്തെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ തിരക്കിയപ്പോ എന്നോട് ഒരാളൊരു കഥ പറഞ്ഞിരുന്നു. അങ്ങനെ ഭയങ്കര അമീർ ഖാൻ ഫാനാണ്. അമീർ ഖാന്റെ അതേ ലുക്കിലും അതേ വേഷത്തിലും നടക്കാൻ ശ്രമിച്ച് ഇരിക്കുന്ന ഒരാളാണ്. ഇത് അച്ചായന്റെ വണ്ടിയിൽ പാട്ടിട്ട കഥ ഓർമ്മയുണ്ട? പോലീസ് പൊക്കി. നമ്മളും കേൾക്കാത്ത കഥയാണ്. ഞങ്ങളും ഞാൻ കേൾക്കാത്തൊരു കഥ. ഞാൻ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം ഒരു വണ്ടി കൊണ്ടുവന്നിട്ടു. അപ്പൊ പുള്ളുവള്ളിയത്തില് സബൂഫറൊക്കെ പിടിപ്പിച്ചിട്ട് വണ്ടി ഭൂമിനെ പറഞ്ഞിട്ട് പുറത്ത് ഇതുപോലെ ഈ നമ്മുടെ
അച്ചായനാണ് വിളിക്കുന്നത് ബിജോ. അവന്റെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് അപ്പൊ അതിന്റെ സ്പീക്കറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് തങ്ക. അപ്പൊ നമ്മൾ സബ്വൂഫറൊക്കെ വെച്ച വണ്ടി അങ്ങനെ കുറെ കണ്ടിട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ജോലി എന്റെയാണ്. അപ്പൊ ഞാൻ പുറത്തേക്ക് വെള്ളം അടിക്കാത്ത ഒരാള് അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ വണ്ടി ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഈ മറ്റേ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യില്ല, ട്രിപ്പിളും ബേസ് ഒക്കെ കൂട്ടിയിട്ടിട്ട്. അപ്പൊ ഞാനിതിങ്ങനെ ചെക്ക് ചെയ്ത് സബും കേട്ടോണ്ടിരിക്കുക. അപ്പത്തേക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചില്ലി തട്ടിട്ട് പുള്ളി പറഞ്ഞു വണ്ടി അങ്ങോട്ട് മാറ്റിയിടും പറഞ്ഞു. എന്തിര് അന്നതല്ലേ ചോദിക്കുള്ളൂ, മാറ്റണം. ഞാൻ ഇത് ചെറിയൊരു തർക്കത്തിലേക്ക് പോയപ്പോഴത്തേക്കും പുള്ളി സൈഡിൽ ടോക്കി എടുത്ത് കരൂർ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ്. യെസ്. എന്തോരോ വില്ലത്തരകളല്ലേ. പിന്നെ ശരിക്കും അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ, മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ അല്ല, ഞാൻ കോളേജിൽ എന്റെ ഒരു ഫേവറേറ്റ് ഡ്രൈവിംഗ് ഡെസ്റ്റിനേഷൻ ആണ് കുട്ടിക്കാനം. ഞാൻ മരിയനിലാണ് പഠിച്ചത്. അപ്പൊ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് മല കയറും, ഇടയ്ക്ക് അങ്ങോട്ട് പോകും. പിന്നെ എപ്പോഴും എന്റെ ലൈഫിൽ ഫ്രണ്ട്സിന് ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കഥകൾ വന്ന് പറയുമ്പോൾ നമുക്കിത് കണക്ട് ആവുന്നത്. പിന്നെ അതും സുരാജേട്ടനും എന്റെയും കഥ പറഞ്ഞു തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ. ഞങ്ങൾ ഇവിടെ വൈറ്റ്ല ഹബിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ക്യാരക്ടറിന്റെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇയാള് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അയാൾ ഒറിജിനലായിട്ട് ചെയ്യേണ്ടത്, അത് ഷൂട്ടിംഗ് അല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു പോലീസുകാരൻ ഇയാളെ തൂക്കുന്നതിന് മുന്നേ ചോദിച്ചത് നിങ്ങളുടെ കൂടെ ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള, നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് ആണ് നമ്മുടെ രണ്ടുപേരുടെയും. ഈ നമുക്ക് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മോശം സമയത്ത് സൗഹൃദങ്ങൾ എത്രത്തോളം ഗുണം ചെയ്യാറുണ്ട്? അത് ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും എപ്പോഴും കൂടെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഈ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴും സന്തോഷമായിട്ടിരിക്കുമ്പോഴും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അവരൊക്കെ എപ്പോഴും കൂടെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് ഇതെല്ലാം ഓവർകം ചെയ്യുമ്പം ഇവർ കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ സ്പേസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു സെൽഫ് മോട്ടിവേഷൻ എന്താ ആസിഫ് അലിയുടെ ഡൗൺ ആവുന്ന സമയത്ത്? ഒന്നേന്ന് തുടങ്ങാൻ പറ്റും വീണ്ടും. എനിക്ക് ആ വഴി അറിയാം. അപ്പൊ അത് അങ്ങനെ നമുക്ക് ഇതിനൊക്കെ വളരെ ഇന്റലക്ച്വൽ ആയിട്ടൊരു മറുപടിയൊക്കെ പറയാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇതിങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ ഗീവ് അപ്പ് ചെയ്യാൻ റെഡിയല്ല. നമ്മളിത് ഫേസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇതിങ്ങനെ നടക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന്റെ ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള മറുപടി എനിക്ക് പറയാൻ അറിയില്ല. ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവർ ഇതിനകത്ത് ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ആസിഫിക്ക കണ്ട വെച്ച് നോക്കുമ്പോൾ അത്ര ഓവർ എക്സെൻട്രിക് അല്ല. ഈ ക്യാരക്ടറിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ആ ഒരു ടൈം. എനിക്ക് ഇതിനകത്ത് കണക്ട് ആയത് ഈ മച്ചൻ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്നൊരു രീതിയാണ്, അത് ഭയങ്കര അടിപൊളിയാണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് പേഴ്സണലി ഈ ക്യാരക്ടറിനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അതാണ്. ഇയാൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നൊരു രീതി പുറത്തുനിന്ന് നോക്കുന്ന പലർക്കും അത് വർക്കാവില്ല. നമ്മൾ പോലും അതിൻ്റെ അകത്ത് താനൊന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോകും നമ്മൾ. അങ്ങനെയാണ് ഇയാൾ പ്രശ്നങ്ങൾ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇയാളൊരു സഹായം ചെയ്യണത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഈ ശുദ്ധന്മാർ ദുഷ്ടന്മാരുടെ ഫലം ചെയ്യുമെന്ന് പറയുന്ന ടൈപ്പാണോ പുള്ളി? അല്ല, മൂപ്പർ അത്ര ശുദ്ധനല്ല. പുള്ളിക്ക് പുള്ളിയുടേതായ ക്രൂക്കറ്റ്നെസ്സും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഈ ക്യാരക്ടറിനെ എവിടുന്ന പിച്ച് ചെയ്യുന്നത്? അതിന് കഥ വല്ല ഉണ്ടോ ഈ കഥാപാത്രം? അത് എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് തന്നെ കൂട്ടി ഞാൻ കണക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് സിനിമയാകൂലല്ലോ, എക്സ്പീരിയൻസ് സ്ക്രീൻ പ്ലേ ആകൂല. അപ്പോൾ അതും പിന്നെ നമ്മൾ എഴുതി ഉണ്ടാക്കിയതെല്ലാം കൂടിയാണ് ക്യാരക്ടർ. ഈ അതേ പറഞ്ഞ മനസ്സിൽ ഈ ഒരു ക്യാരക്ടറിന് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. മനസ്സിൽ തട്ടി എഴുതിയ ഒരു ക്യാരക്ടർ ഉണ്ടോ? എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഒരു ക്യാരക്ടറിന് അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടോ ഇത് വരുന്ന ക്യാരക്ടറുകളുടെ? ഇപ്പം നായകൻ തന്നെ ആവണമെന്നില്ല, അതുപോലെ ഏതെങ്കിലും സിനിമയിൽ എല്ലാ ക്യാരക്ടറും നമ്മുടെ മനസ്സിൽ തട്ടി തന്നെയാണ്. നമുക്ക് മനസ്സിൽ തട്ടാത്ത ക്യാരക്ടർ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ സ്പേസിൽ ഇവരെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടുന്നതുകൊണ്ട് തന്നെയാണ് അതിലൂടെ കഥ ഉണ്ടായി വരുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണത്. ആസിഫിക്കയുടെ വേറൊരു കാര്യം, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ഈ ആളുകൾക്ക് ഇത്രത്തോളം ഇഷ്ടം തോന്നാൻ എന്തായിരിക്കും കാരണം? അമ്മോ, അതൊക്കെ ചിന്തിക്കാൻ പോയാൽ പിന്നെ ഞാൻ അങ്ങനെ പെരുമാറേണ്ടത്. അതെന്തായാലും അങ്ങനെ നേരത്തെ ലെവർക്രോസിന്റെ ഇന്റർവ്യൂവിന് അമലാപോളായിട്ട് സംസാരിച്ചിരുന്നു. പറഞ്ഞു നിങ്ങളുടെ ജെന്യൂനിറ്റി ആണ് അവർ പറഞ്ഞൊരു പ്രധാന കാരണം. ഭയങ്കര ജെന്യൂനായിട്ടും ഫ്രീ ആയിട്ടും നമ്മളോട് നിൽക്കും, ഇടപഴകും എന്നുള്ളൊരു കാരണം പറഞ്ഞിരുന്നു. കേക്ക് തോന്നിയൊരു കാര്യം എന്താ? അല്ല, എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ
ഞാൻ അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ നന്മമരം എന്നൊക്കെ ഉള്ള കാറ്റഗറിയിലേക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇനി പെരുമാറും എന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ചിലപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു മൊമെന്റ് എന്റെ കയ്യിൽ നിന്ന് പോയേക്കാം, അന്ന് പ്രശ്നമായേക്കാം. ഇന്ന് സപ്പോർട്ട് അതിപ്പോ നമ്മളായാലും അങ്ങനെയാണല്ലോ. ഇപ്പൊ നീ ഒരു നല്ല കാര്യം ചെയ്താൽ ഞാൻ നല്ലത് പറയും, നീ മോശം ചെയ്താൽ മോശം പറയും. അപ്പൊ നമ്മൾ ഇത് രണ്ടും ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുമാണ്. ഈ എന്താണ് ഇനി ഒരു വലിയ മനസ്സിൽ വലിയ ആഗ്രഹം? സിനിമ മനസ്സിലാഗ്രഹം, ആ സ്കൂൾ എന്ന് പറയുന്നത് വലിയ സ്കൂളാണ്, വന്ന സ്കൂൾ. അതെ അതെ അതെ, സിനിമകൾ, നല്ല സിനിമകൾ ചെയ്യുക, വലിയ വലിയ പ്രോജക്റ്റുകൾ. ഉറപ്പായിട്ട് സിനിമകൾ, പലതരം സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ സിനിമയുടെ ഒരു ചേഞ്ച് എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നത്? മലയാള സിനിമയുടെ സിനിമ ഇപ്പം നമ്മളിപ്പോ വന്ന വഴിയിലാണ് സിനിമ ഒരുപാട് മാറിയില്ല. അതായത് ഇപ്പോ ഞാനൊക്കെ അന്ന് സിനിമ കണ്ട് നടക്കുന്ന സമയത്ത് വരെ രാജമാണിക്യം, ചോട്ടാ മുംബൈ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് സിനിമകൾ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതൽ, അങ്ങനെ സിനിമകൾ ഇങ്ങനെ കോവിഡിന് ശേഷം സിനിമ ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ, ഒരു എന്റർടൈൻമെന്റ് സിനിമയുടെ ഒരു കാലമായിട്ട് മാറിയിരിക്കണം. സിനിമ ഇങ്ങനെ മാറിയും മറിഞ്ഞും വരും. ചിലപ്പോൾ അത് ത്രില്ലർ പടങ്ങൾ, ത്രില്ലറൊക്കെ എല്ലാവരും ഒരു ടൈമിൽ ഓരോ കാലം അനുസരിച്ച് പടങ്ങൾ മാറി. പലവനും കൂടെ ചെയ്താൽ ഡോറൊക്കെ അടച്ചു. അതിങ്ങനെ കറങ്ങി ഈ സൈക്കിൾ പോലെ കറങ്ങി ആ ടൈം എത്തുമ്പോൾ അതും വരും. എന്തുകൊണ്ടാണ് പുറത്തേക്കുള്ള ശ്രമങ്ങൾ നടത്താത്തത്? അത് വന്നിട്ടും വേണ്ട എന്ന് വെക്കുന്നതാണ്. എനിക്ക് ടു ബി വെരി ഫ്രാങ്ക് കുറച്ച് എഫേർട്ട് കൂടുതലാണ് പുറത്ത് പോയി. ഇപ്പം എനിക്ക് അറിയാത്ത ഒരു ഭാഷ ചെയ്യുമ്പോൾ അത് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പേടി എനിക്ക് മനസ്സിലുണ്ട്. അത് ഉറപ്പായിട്ട് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്ക് പോയി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല മലയാള സിനിമകൾ കിട്ടി ഇവിടെ. ഞാൻ പുറത്തുനിന്ന് കേട്ടതിനേക്കാളൊക്കെ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം എനിക്ക് ഉറപ്പായിട്ടും ഞാൻ പുറത്തിനി പോയി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും നല്ലൊരു സിനിമയും നല്ലൊരു ക്യാരക്ടറിനെയും പറ്റി ആളുകൾ സംസാരിച്ചതിന് ശേഷമായിരിക്കണം ഞാൻ പുറത്തേക്ക് പോവുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അല്ല, ഇവിടെ ഒപ്പമുള്ള അല്ലെങ്കിൽ ഒപ്പം വന്നവരെല്ലാം പുറത്തേക്ക് വലിയ സാധ്യതകളും വലിയ ചിത്രങ്ങളുടെ ഒക്കെ ഭാഗമാകുന്നുണ്ട്. അവര് സ്വാഭാവികമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അല്ല, ആസിഫ് അലിയുടെ സൈഡിൽ നിന്ന് ശ്രമം ഉണ്ടാവാത്തത് ഈ ഒരു കംഫർട്ട് സോൺ ആണോ? ശരി, അല്ല, ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണല്ലോ. ഇപ്പൊ എന്റെ ഐഡിയ അതാണ്. ഇപ്പൊ ഫഹദിന്റെ സിനിമകൾ ശ്രദ്ധിച്ചതിന് ശേഷമായിരിക്കാം ഫഹദ് കൂടുതലും പുറത്തുപോയി സിനിമകൾ ചെയ്തത്. അപ്പൊ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ഡിസേർവിംഗ് ആയിട്ട്, അതായത് എനിക്കൊരു അന്യഭാഷയിൽ തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ എന്നെ വെച്ച് ചെയ്യാമെന്ന് അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു വിളി വന്നാൽ പോയി ചെയ്യും. ഈ പറഞ്ഞ പോലെ ക്യാരക്ടറൊക്കെ തിരഞ്ഞെടുത്ത് പറഞ്ഞത്, ഈ ഒരു ക്യാരക്ടറിൽ ഏറ്റവും ഹുക്ക് ചെയ്യുന്ന സാധനം എന്താ? ഒരു ക്യാരക്ടർ വന്ന് പറയും വാസുവിൻ്റെ എനിക്ക് അത് ആ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സാധനം നമുക്ക് കണക്റ്റ് ആവും. ആദ്യം കഥ വർക്കാവും, ആദ്യം ക്യാരക്ടർ വർക്കാവും, പിന്നെ കഥ വർക്കാവും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് അധികവും കിട്ടുക. അപ്പോൾ ആ ക്യാരക്ടറിനാണ് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അത് ആ സ്ക്രിപ്റ്റിൽ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആക്കാൻ എന്താണ് കാരണം എന്നും കൂടെ സ്ക്രിപ്റ്റിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണക്റ്റ് ആവും. ഓക്കെ, എന്തായാലും ആസിഫിക്ക് ഈ പടം കണക്റ്റ് ആയി. അതെ, നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി കണക്റ്റ് ആണ്. ഈ കാണുന്ന പ്രേക്ഷകർക്കും അത് കണക്റ്റ് ആവട്ടെ. ട്രെയിലർ എന്തായാലും പ്രോമിസിങ് ആണ്. അത് എനിക്ക് പേഴ്സണലി നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് കൂടി തന്നെ എനിക്കത് ഭീകരമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി എക്സാമിഷൻ റൈറ്ററാണ്, സംവിധായകനും തരക്കേടില്ല, മോശക്കാരനല്ല, നല്ല സ്കൂളിൽ നിന്നുള്ളൊരു സംവിധായകനുമാണ്. എന്തായാലും പടം ഗംഭീരമാവട്ടെ. ഇനിയും നിങ്ങൾ ഒരുമിച്ച് സിനിമകൾ ഉണ്ടാവട്ടെ. അത് ട്രെൻഡ് ആവട്ടെ.